ഇന്നത്തെ ക്ലാസ് വരുന്നത് വെയിൻസ് ഉണ്ടാ. അപ്പം അതിന് തന്നെ അത് ലൈൻസ് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ലീഫ്. ആ ലീഫ് രണ്ട് ഭാഗത്തും ഒരേ ടൈപ്പ് ഒപ്പം തന്നെ വരക്കണമെങ്കിൽ ഒപ്പം തന്നെ വരക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം വരച്ചതിന് ശേഷം അപ്പുറത്ത് വരക്കാം. ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒപ്പം വരച്ച് പിന്നെയൊക്കെ എന്താ പറയുക ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടാണ് വരച്ചെടുക്കണം കേട്ടോ. രണ്ടെണ്ണം വരച്ച് അപ്പുറത്ത് രണ്ടെണ്ണം വരച്ച് അങ്ങനെയൊക്കെ ഞാൻ ഫില്ല് ചെയ്തെടുക്കണത്. കൈ ക്യാമറയുടെ ഒരു ചെറിയ ഇതുണ്ട്, പ്രശ്നമുണ്ട്, ഇടയ്ക്ക് വരക്കണ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫുള്ള് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് വരക്കണത് വേവി ലൈൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേവി ലൈൻസ് ആദ്യം. അപ്പോൾ വേവി ലൈൻസ് ആദ്യം വരക്കാം. വലുതും വരക്കുന്നുണ്ട്, ഞാൻ ചെറുതും വരക്കുന്നുണ്ട്. നമ്മൾ ഈ രണ്ടിൽ വേവി ലൈൻസിൽ നിന്ന് ചെറുതെടുക്കണം കേട്ടോ. വലുത് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഞാനൊരു ഉദാഹരണത്തിൽ രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ വേവി ലൈൻസ് ആദ്യം വരക്കാം. ചെറിയ ലൈൻസ് വരച്ചിട്ട് കർവ് പോലെ നിൽക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗങ്ങളിൽ ലീഫ് വരച്ചു കൊടുക്കുക. പുറത്തായിട്ട് ഇങ്ങനെ ലീഫ് വരച്ചു കൊടുക്കുക. ഇതിന് നമ്മൾ രണ്ടാമത്തെ വെയിൻസ് ഇട്ടാ. ആദ്യത്തെ വെയിൻസ് ഒരു ലൈൻ വരച്ചു കൊടുത്ത് അപ്പുറത്ത് ലീഫ് വരച്ച് ഫുൾ ചെയ്ത് കൊടുത്ത്. ഇത് വേവി ലൈൻസ് ചെറുത് അരച്ചെടുക്കുക. എന്നിട്ട് അപ്പുറത്തും ലീഫ് അരച്ചെടുത്ത് അതും കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ നോക്കണത് ലൈൻസ് വരച്ച് ട്രിയർ ഡ്രോപ്സ് ഇല്ലേ, അതിൻ്റെ ഉണ്ടോ നോക്കണത്. അതിൽ ലൈൻസ് വരച്ചിട്ട് ട്രിയർ ഡ്രോപ്സ് ചെയ്ത് കൊടുക്കുക. ട്രിയർ ഡ്രോപ്സ് എങ്ങനെ വരക്കാന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലായവർക്ക് ഇത് നമുക്ക് വരക്കാൻ പറ്റില്ല. പുതുതായിട്ട് ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സുകളൊന്ന് പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ് മുതൽ ഇപ്പോഴത്തെ ഈ ക്ലാസ് വരെ പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പം തെറ്റാണ്ട് വീഡിയോസ് കിട്ടും. എന്നിട്ട് 14ാമത്തെ ക്ലാസ് 14 വരെയുള്ള ക്ലാസ് കിട്ടും. പിന്നെ രണ്ടാമത്തതും രണ്ട് പ്രാവശ്യം വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വരക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മളെ മൂന്നാമത്തെ വെയിൻസ് വരുന്നത് കേട്ടോ. ആദ്യം ഒരു ലൈൻസ് വരച്ച് ടിയർ ഡ്രോപ്സ് ഇപ്പുറത്തുനിന്ന് വരച്ച് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ആദ്യം ഒരു ഡോട്ട്സ് ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് ഒരു ലൈൻ എടുക്കുക. അതാണ് ട്രിയർ ഡ്രോപ്സ്. ഇത് നമ്മൾ ചെറിയ വെയിൻസ് പോലും ഈ ഒരു ട്രിയർ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.